ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ഈഫ്, അതേപോലെ തന്നെ എലിഫ്, എൽസെ ഇതെന്തിനു ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്, അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഞാനിവിടെ വന്ന് ഈ ഭാഗം മാത്രമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഈഫ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു എൻഡ് ഈഫ് കൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പെർസെൻറ്റേജ് ഇട്ടതിന് ശേഷം എൻഡ് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു. എൻഡ് ഈഫ്, ഓക്കെ, എൻഡ് ഈഫ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഈ ഗ്രീറ്റിംഗ്സ് നമ്മളിവിടെ വന്ന് ഈക്വൽ ടു 1, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 1 ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഞാനിവിടെ വന്ന് 1 എന്നിട്ട് കൊടുത്തു. ഇനി നോക്കൂ, ഈ ഗ്രീറ്റിംഗ്സ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഗ്രീറ്റിംഗ്സ് എന്നുള്ളത് ജസ്റ്റ് ഇത്ര, ഈ ഈക്വൽ ടു 1 എന്നുള്ളതൊക്കെ ഒഴിവാക്കി ഇത്ര മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തു. ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പ്രോഗ്രാം റണ്ണായി. നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നോക്കൂ, വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഗ്രീറ്റിംഗ്സ് എന്നുള്ളൊരു ഡിക്ഷണറിയിലുള്ളൊരു വാല്യൂ നമുക്കിവിടെ വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിന് വേറെ കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. ഇനി ഗ്രീറ്റിംഗ്സിന് പകരം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാണ്, ഗ്രീറ്റിംഗ് എന്ന് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, സ്ക്രീനിൽ ആൻസർ ഒന്നും പ്രിൻ്റ് ചെയ്ത് വരില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ വന്ന് ഈഫ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു, അതേപോലെ തന്നെ ഈക്വൽ ടു എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും അതേപോലെ തന്നെ കമ്പാരിസൺ ഓപ്പറേറ്ററുമാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈക്വൽ ടു 1 എന്ന് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താണ്, ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 ആണെന്ന് നമ്മൾ അസൈൻ ചെയ്തു, അതിലൊരു മാറ്റവും. എന്നാൽ 2 ഈക്വൽ ടു 2 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ചിലപ്പോൾ 1 ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ ആയിരിക്കാം. അപ്പോൾ ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി 1 അല്ലാത്ത ഏത് വാല്യൂ ആണെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ 1 അല്ലാതെ നമ്മൾ 2 ആണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ആൻസർ ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു അസൈൻ, ഒരു ഈക്വൽ ടുവിനെ നമ്മൾ അസൈൻ എന്ന് പറയും, 2 ഈക്വൽ ടു ആണെങ്കിൽ നമ്മളതിനെ ഈക്വൽ ടു എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി അതല്ലാത്ത വേറെ ഏത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും നമുക്ക് അതിനെന്തായിരിക്കും, അതിൻ്റെ എൽസെ പാർട്ടിൽ എന്താണോ കൊടുത്തത് അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നോട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ഒരു സിമ്പൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 2 അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ 2 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. എന്നാൽ 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, 2 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഇവിടെ ആൻസർ പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് ഇതിൻ്റെ വാല്യൂ 2 ആണ് കൊടുക്കണത്, ഈ ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ ഇവിടെ വന്ന് 2 ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ആൻസർ പ്രിൻറ്റ് ചെയ്ത് വരില്ല. കാരണം എന്താണ്, ഇതിൻ്റെ വാല്യൂ 2 ആണ്. ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, നോട്ട് ഈക്വൽ ടു 2 അല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് വരുന്നതാണ് ഗ്രേറ്റർ ദാൻ എന്താണെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളൊരു നമ്പർ കൊടുത്തു, അത് 2ൻ്റെ മുകളിലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തു ഗ്രേറ്റർ ദാൻ, ഇവിടെ കൊടുത്ത വാല്യൂ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിവിടെ വന്ന് 3 എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീനിൽ ഗ്രേറ്റർ ദാൻ, ഓക്കെ ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, ഗ്രീറ്റിംഗ്സ്, ഇവിടെ നമ്മൾ വാല്യൂ 1 എന്ന് ചേർത്തു. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ കൊടുത്ത വാല്യൂ ഇവിടെ വന്ന് നമ്മൾ കൊടുത്ത വാല്യൂ 2ന് മുകളിലാണെങ്കിൽ, അതായത് നമ്മൾ കൊടുത്ത വാല്യൂ 2ന് താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്നാൽ ഇവിടെ വന്ന് 2ൻ്റെ മുകളിലൊരു വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ നമുക്ക് ആൻസർ പ്രിൻറ്റ് ചെയ്ത് വരില്ല. ഇനി ഗ്രേറ്റർ ദാൻ പോലെ തന്നെയാണ് വരുന്നതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതോ അതിന് താഴെയോ ആണെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ
ഈക്വൽ ടു ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 അതിൽ താഴെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് 2 എന്ന് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ആൻസർ പ്രിന്റ് ചെയ്ത് വരും. എന്നാൽ ഇവിടെ നമ്മളിവിടെ ഈക്വൽ ടു ഇട്ട് കൊടുത്തില്ലെങ്കിൽ, ഇവിടെ ഈക്വൽ ടു ഇട്ട് കൊടുത്തില്ലെങ്കിൽ 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ആൻസർ പ്രിന്റ് ചെയ്യില്ല. അപ്പോൾ 2 അതിൽ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലെസ് ദാൻ ആണ് പറഞ്ഞത്, ഇതുപോലെ തന്നെയാണ് ഗ്രേറ്റർ ദാൻ. നമ്മൾ കൊടുത്ത നമ്പർ 2ന് മുകളിലാണെങ്കിൽ, നമ്മൾ കൊടുത്ത നമ്പർ 2ന് മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ഇതുപോലെ ആൻസർ പ്രിന്റ് ചെയ്ത് വരും. ഇനി ഇവിടെ വന്ന് നമ്മൾ 2 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ആൻസർ നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്ത് വരില്ല. അപ്പോൾ 2 കൊടുത്തതെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് 2ന് തുല്യമായിട്ടുള്ള വാല്യൂ ആണെങ്കിലും നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വരും. ഇനി അടുത്തത് വരുന്നതാണ് ആൻഡ്. ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് ആൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഗ്രീറ്റിംഗ്സ് 2 എന്നും ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡേ എന്നിട്ടതിന് ശേഷം ഡേ, ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കാം. ഡേ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് സൺഡേ എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ 2 ആവണം. അതായത് ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ 2 ആവണം. ആൻഡ് ഡേ എന്നുള്ളത്, ഡേ നമ്മൾ അവിടെ കൊടുത്ത ആ വേരിയബിളാണ്. ഡേ എന്നുള്ളതിൻ്റെ വാല്യൂ എന്താവണം, ഈക്വൽ ടു സൺഡേ ആവണം. അതായത് ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ 2 ആവണം, ഡേ എന്നുള്ള വാല്യൂ എന്താവണം, സൺഡേ ആവണം. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഇവിടെ വന്ന് വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിന്റ് ചെയ്യൂ. ഇപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു, 1 എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിത് റൺ ചെയ്യിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ആൻസർ നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്യില്ല. ഇങ്ങനെ ആൻഡ് വെച്ചിട്ട് എത്ര കണ്ടീഷൻസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ നീളം നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ മതി. ഇപ്പോൾ ഇവിടെ വന്ന് ഓർ എന്ന് ചേർത്തു. ഒന്നുകിൽ സൺഡേ എന്നുള്ളതോ അല്ലെങ്കിൽ 1 എന്നുള്ളതോ, ഈ 2 കണ്ടീഷൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ശരിയായാൽ മതി. ഇപ്പോൾ ഞാനിവിടെ വന്ന് ഗ്രീറ്റിംഗ്സ് എന്നുള്ളത് 1 ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കത് വരും. അതേപോലെ സൺഡേ എന്നുള്ളത് നമ്മളിവിടെ വന്ന് ഇത് രണ്ടും തെറ്റിച്ചിട്ടാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ആൻസർ പ്രിന്റ് ചെയ്യില്ല. ഏതെങ്കിലും ഒന്ന് മാത്രം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ആൻസർ പ്രിന്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഓർ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഇന്ന് കുറച്ച് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.